കേരളത്തെ ഞെട്ടിച്ച കണ്ണൂർ വളപട്ടണത്തെ വൻ കവർച്ചയിൽ തൊണ്ടി മുതലുമായി അയൽവാസി പിടിയിൽ. കണ്ണൂർ ACPയുടെ നേതൃത്വത്തിൽ 20-അംഗ പോലീസ് സംഘത്തിന്റെ പഴുതടച്ച അന്വേഷണത്തിലാണ് പ്രതി ലിജീഷിനെ പിടികൂടിയത്. കട്ടിലിന്റെ അടിയിൽ നിർമ്മിച്ച ലോക്കറിൽ നിന്ന് 1,21 ലക്ഷം രൂപയും 267 പവൻ സ്വർണവും പോലീസ് കണ്ടെടുത്തു. നൂറോളം CCTV ദൃശ്യങ്ങളും 75 വിരലടയാളങ്ങളും പരിശോധിച്ചാണ് ലിജീഷിലേക്ക് പോലീസിന്റെ സംശയം നീണ്ടത്. കണ്ണൂർ കീച്ചേരിയിൽ മറ്റൊരു കവർച്ചയിലും പ്രതിക്ക് പങ്കുണ്ടെന്ന് പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങളും പ്രതിയെ കണ്ടെത്താൻ നിർണായകമായി. ലിജീഷ് കുറ്റം സമ്മതിച്ചു. ഏകദേശം 100ഓളം CCTV ക്യാമറകൾ ഫുട്ടേജ് സംഘടിപ്പിച്ചിട്ട് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു 24/7 ബേസിസിൽ വെരിഫിക്കേഷൻ നടത്തി 76 ആളുകളുടെ ഫിംഗർ പ്രിൻ്റ് എടുത്തിട്ട് വെരിഫൈ ചെയ്തു. മിനിയാനെ രാത്രി മുതൽ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്തു. ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബേസിസിൽ ഇന്നലെ ഞായറാഴ്ച തന്നെ മാച്ചിങ് ചെയ്തിട്ട് നോക്കി. നമുക്ക് സക്സസ് കിട്ടി. ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ മാച്ച് ആയിട്ടുണ്ട് കീച്ചേരി കേസായിട്ട്. ദിസ് പേഴ്സൺ ഇറ്റ് സെൽഫ് മേ ബി ഇൻവോൾവ് ഇൻ ദിസ് കേസ് ഓൾസോ. നമ്മുടെ പ്രസൻറ്റ് കേസും ഇയാൾ തന്നെ ഇൻവോൾവ് ആണ്. അത് വെച്ചിട്ട് ഞങ്ങൾ ഫർദർ ക്വസ്റ്റ്യനിങ് ചെയ്തു. വൈകിട്ട് ഏകദേശം നമുക്ക് 7:30 o'clock വരെ നമുക്ക് ഇയാൾ ഒരു അക്സെപ്റ്റ് ചെയ്തു ദാറ്റ് ഹി ഹാസ് ഓൺലി ഡൺ ദിസ് തെഫ്റ്റ്. ഇയാൾ തന്നെയാണ് കുറ്റകൃത്യം ചെയ്തത്. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, ഈ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളത് വീട്ടുകാർ അറിഞ്ഞത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ്. എന്നിട്ട് പോലും ഇപ്പോൾ പൂർണ്ണമായും മോഷ്ടിക്കപ്പെട്ട സ്വർണവും പണവും എല്ലാം തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായൊരു പ്രവർത്തനമുണ്ടായി. അവർ അഭിനന്ദനം അർഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് പോലീസ് ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നത്? ഈ പ്രതി മറ്റൊരു കേസിൽ കൂടി പങ്കുള്ളയാളാണോ എന്നതും അയാൾ സമ്മതിച്ചിട്ടുണ്ടോ? അനുജ, ഇതായത് ഈ മോഷണം നടന്നു കഴിഞ്ഞ് 4 ദിവസത്തിന് ശേഷമാണ് വീട്ടുകാർ തന്നെ യഥാർത്ഥത്തിൽ ഈ സംഭവം അറിയുന്നത്. അതിനുശേഷമാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. അങ്ങനെ കണക്കുകൂട്ടിയാൽ ഒരു 8 ദിവസത്തിനകം പ്രതിയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നതാണ്. 1,21 ലക്ഷം രൂപയും 267 പവൻ സ്വർണവുമാണ് വീണ്ടെടുത്തത് പോലീസ് അന്വേഷണത്തിലൂടെ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വളപട്ടണ മന്നയിലെ വ്യാപാരി KP അഷ്റഫിൻ്റെ വീട്ടിൽ നിന്നാണ് ഈ പണവും സ്വർണ്ണാഭരണങ്ങളും എല്ലാം കവർന്നത്. ഒരു മതിലിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളാണ് പ്രതി ലിജീഷ്. ഈ വിവരങ്ങൾ, ഈ വ്യാപാരിയുടെ യാത്രാ വിവരങ്ങൾ കുടുംബം ആരും അവിടെ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് പദ്ധതി തയ്യാറാക്കിയാണ് ജനൽ ഗ്രില്ല് തകർത്ത് അകത്ത് കിടന്ന് ലോക്കർ തകർത്ത് ഈ സ്വർണവും പണവും കവർന്നത്. അതിനുശേഷം ഇയാൾ എവിടെയും പോയില്ല, ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ അന്വേഷണം നടക്കുമ്പോൾ, ഈ ഡോഗ് സ്ക്വാഡ് അടക്കം നായയെ എത്തിച്ച് പരിശോധന നടക്കുമ്പോൾ, തുടർച്ചയായി CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുമ്പോൾ, പോലീസിൻ്റെ പരിശോധനകളും എല്ലാം നടക്കുമ്പോഴും ഇദ്ദേഹം ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, എവിടെയും പോയില്ല. വീട്ടിലെ കിടപ്പുമുറിയിലെ കട്ടിലിൻ്റെ അടിയിൽ ഒരു രഹസ്യറ നിർമ്മിച്ചു. ഇദ്ദേഹം ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ്. അങ്ങനെ ഒരു രഹസ്യറ നിർമ്മിച്ചു. ഈ പണവും സ്വർണ്ണാഭരണങ്ങളും എല്ലാം അതിൽ തന്നെ സൂക്ഷിച്ചു. അതിൽ നിന്ന് ഒന്നും എടുത്തു മാറ്റിയില്ല, എങ്ങോട്ടും പോയതുമില്ല. പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, കേസിൽ ഒരുപാട് അപൂർവതകളുണ്ട്, സവിശേഷതകളുണ്ട്. അതായത് കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും വലിയ അളവിലുള്ള സ്വർണവും പണവും ഒക്കെ ഒരു വീട് കുത്തി തുറന്ന് കവർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും ഉയർന്ന അളവിലുള്ള ഒരു മോഷണമാണ്. അത് നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണറും പറയുന്നുണ്ടായിരുന്നു. പോലീസിന് ഏറ്റവും ലീഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവ്യക്തമായ ഒരു CCTV ദൃശ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 2 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ഈ വീട്ടിൽ നിന്ന് വളരെ അവ്യക്തമായതാണെങ്കിലും കിട്ടി. ഈ CCTV ഒക്കെ അദ്ദേഹം തിരിച്ചു വച്ചിരുന്നു. അതായത് ആദ്യം മോഷണം നടത്തുന്നു, പിന്നീട് അവിടെ മറന്നു വെച്ച ആയുധമെടുക്കാൻ 2ാമത്തെ ദിവസം രാത്രിയും ഇതേ മതിൽ ചാടിക്കടന്ന് ഈ പ്രതി എത്തി. അപ്പോൾ തന്നെ പോലീസിന് വ്യക്തമായിരുന്നു ഈ പ്രദേശത്തുള്ള ആളാണ്. ഈ യാത്രാ വിവരം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ വ്യാപാരിയെക്കുറിച്ചും വീടിനെക്കുറിച്ചും അവരുടെ യാത്രയെക്കുറിച്ചും നല്ല അറിവുള്ള ആളാണ്. അതുകൊണ്ട് പ്രദേശവാസിയായ ആളുടെ സഹായമോ അല്ലെങ്കിൽ നേരിട്ടും ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടോ ഉണ്ടാകും എന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. ഒരാൾ മാത്രമാണ് അകത്ത് കയറിയതെന്ന് മനസ്സിലാക്കി. പിന്നീട് ഈ CCTV അവ്യക്തമായ ദൃശ്യങ്ങളിൽ ഇയാളുടെ രൂപസാദൃശ്യം, മറ്റൊന്ന് ധരിച്ചിരുന്ന
ടീഷർട്ട് ഇവ നേരത്തെ തന്നെ പോലീസ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. ഒപ്പം വിരലടയാളം സംശയിക്കുന്നവരുടെയൊക്കെ വിരലടയാളം ശേഖരിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ വിരലടയാളം പരിശോധിച്ചപ്പോൾ നേരത്തെ തന്നെ ലൈബ്രറിയിലുള്ള ഇപ്പോൾ തെളിയാതെ കിടക്കുന്ന കീച്ചേരിയിൽ 4 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും കവർന്ന കേസിലെ വിരലടയാളവുമായി മാച്ചായി. അപ്പോൾ തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. പിന്നീട് ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. പിന്നീട് തൊണ്ടി മുതൽ, അതായത് പണവും സ്വർണവും ലിജീഷിന്റെ വീട്ടിൽ നിന്ന് വീണ്ടെടുക്കാനുമായി. അതോടുകൂടി കാര്യങ്ങൾ വ്യക്തത വന്നു. ഈ കേസിൽ മാത്രമല്ല, 1 വർഷം മുൻപ് പാപ്പിനിശ്ശേരി കീച്ചേരിയിൽ നടന്ന മോഷണത്തിൽ കൂടി ഇയാൾ പ്രതിയാകും. ആ കുറ്റവും സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. ഈ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ, സമീപത്തെ എല്ലാം CCTV ദൃശ്യങ്ങളടക്കം വിശദമായ പരിശോധന നടത്തിയിരുന്നു. പുറത്തേക്കും, അതായത് വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ അന്വേഷണം വ്യാപിച്ചിരുന്നു. കാരണം നായ മണം പിടിച്ചു പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. പക്ഷേ അതിലൊന്നും കഥയില്ലെന്നും ഇങ്ങനെ ഒരാൾ മാത്രമാണ് വീട്ടിൽ കയറിയതെന്നതും വ്യക്തമായിരുന്നു. അങ്ങനെ വരുമ്പോൾ വീടറിയാവുന്ന, നാടറിയാവുന്ന, പരിചയമുള്ള ഒരാളാണ് എന്ന് വ്യക്തമായിരുന്നു. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവിശ്വസനീയമാണ്. ഒരു മതിലിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ആളാണ് മോഷ്ടാവെന്നും അയാൾ ഇതൊക്കെ അവിടെ സൂക്ഷിച്ചിരുന്നുവെന്നും എങ്ങോട്ടും പോയില്ല, വളരെ കൂളായി ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു, ഇടപെട്ടിരുന്നു. വെൽഡിംഗ് തൊഴിലാളിയാണ്, ഈ ജോലി ചെയ്യുന്ന ആളാണ്, മുൻ പ്രവാസിയാണ്, ഇപ്പോൾ നാട്ടിൽ തന്നെയാണ് വെൽഡിംഗ് തൊഴിൽ ചെയ്യുന്നത്. ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. വളപട്ടണം കവർച്ച കേസിലെ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. മുഴുവൻ പണവും സ്വർണവും പോലീസ് കണ്ടെടുത്തു. പ്രതിയെ അറസ്റ്റ് ചെയ്തു.